ഇപ്പം നമ്മൾ ആക്ടിവിറ്റി 4 വരെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനിയുള്ളത് ആക്ടിവിറ്റി 5 ആണ്. ആക്ടിവിറ്റി 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി. ഈ നമ്മുടെ സ്റ്റോറിയിൽ നിന്നുള്ള ഒരു എക്സ്പ്രഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓ മൈ ഫാദർ, എൻ്റെ അച്ഛ. മൈ ഫാദർ, എൻ്റെ അച്ഛ. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ. അവൻ ഒരിക്കലും ഹി ഹാഡ് നെവർ സീൻ അവൻ്റെ ഫേസ് ഇതുവരെ കണ്ടിട്ടില്ല. ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ. ദ അണ്ടർലൈൻ വേർഡ് ഷോ ഓണർഷിപ്പ് ഓർ റിലേഷൻഷിപ്പ്. നൗ സ്റ്റഡി ദ പിക്ചർ ഗിവൺ ബിലോ. ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉടമസ്ഥാവകാശം അവിടെ കാണിക്കുന്നത്. മൈ എൻ്റെ, ഹിസ് അവൻ്റെ. ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നു കേട്ടോ. ഇനി നമ്മൾ നൗ സ്റ്റഡി ദ പിക്ചർ ഗിവൺ ബിലോ. നമുക്ക് താഴ്ന്ന പിക്ചർ ഒന്ന് പഠിക്കാം. എവരിബഡീസ് ബിസിനസ്. ഒരു സ്കൂളിൽ കണ്ടോ, ടോയ്സിൻ്റെ ഒരു കടയുണ്ട്, സ്വീറ്റ്സിൻ്റെ മിഠായിയുടെ ഒരു കടയുണ്ട്, ബുക്സിൻ്റെ ഒരു കടയുണ്ട്. അതിൽ കുറച്ച് ആളുകളും ഉണ്ട്, കുറച്ച് കുട്ടികളും ഉണ്ട് അല്ലേ. അപ്പോൾ ലുക്ക് അറ്റ് ദ ഗേൾ അറ്റ് ദ സ്വീറ്റ് കൗണ്ടർ. ലുക്ക് അറ്റ് ദ ഗേൾ അറ്റ് ദ സ്വീറ്റ് കൗണ്ടർ. സ്വീറ്റ് കൗണ്ടർ ഇതാണ് രണ്ടാമത്തെ അല്ലേ. ആ ബ്ലൂ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന കുട്ടി, ആ ഗേളിൻ്റെ കൗണ്ടർ നോക്കൂ. ഹെർ നെയിം ഈസ് വിസ്മയ. അവളുടെ പേരാണ് വിസ്മയ. അപ്പം സ്വീറ്റ് കൗണ്ടറുള്ള പെൺകുട്ടിയുടെ പേരാണ് വിസ്മയ. ഹെർ അവളുടെ പേര് ഹെർ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? മൈ എൻ്റെ, ഹിസ് അവൻ്റെ, ഹെർ അവളുടെ. ഇനി ഡു യു നോ ഹു ഈസ് അറ്റ് ദ ടോയ്സ് കൗണ്ടർ. ടോയ്സ് കൗണ്ടറിൽ ആരാ നിങ്ങൾക്കറിയാമോ? ടോയ്സ് കൗണ്ടർ ഇവിടെ വേറെ ആൾ നിൽക്കുന്നത്, വേറെ കുട്ടി നിൽക്കുന്നത്. ഹിസ് നെയിം ഈസ് വരുൺ. അവൻ്റെ പേരാണ് വരുൺ. ഓക്കെ. ഹു ആർ ദ വൺസ് അറ്റ് ദ ബുക്സ് കൗണ്ടർ. ബുക്സ് കൗണ്ടറിൽ ആരൊക്കെയുള്ളത്? ദർ നെയിംസ് ആർ ഫാസിൽ ആൻഡ് അമൽ. അവരുടെ. അപ്പം ദർ എന്ന് പറഞ്ഞാൽ അവരുടെ. അപ്പം എന്താ നമ്മൾ പഠിച്ചു? മൈ എൻ്റെ, ഹെർ അവളുടെ, ഹിസ് അവൻ്റെ, ദർ അവരുടെ. ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൈ സ്വീറ്റ്സ് കൗണ്ടർ ഹാസ് ഹയസ്റ്റ് സേ വിസ്മയ. വിസ്മയ പറയാണ് എൻ്റെ സ്വീറ്റ്സ് കൗണ്ടറിൽ, മൈ സ്വീറ്റ്സ് കൗണ്ടർ, എൻ്റെ സ്വീറ്റ്സ് കൗണ്ടർ നല്ല വിൽപ്പന നടക്കുന്നുണ്ടെന്ന് വിസ്മയ പറഞ്ഞു. അവർ ബുക്സ് കൗണ്ടർ ഈസ് വിസിറ്റഡ് ബൈ മെനി സ്റ്റുഡൻസ് സേ ഫാസിൽ ആൻഡ് അമല. ഫാസിൽ അമല എന്ന് പറഞ്ഞാൽ അവർ, ഞങ്ങളുടെ ബുക്ക് കൗണ്ടർ. അവർ അപ്പം എന്താണ്? അവർ ഞങ്ങളുടെ, അവർ ഞങ്ങളുടെ. ഞങ്ങളുടെ ബുക്ക് കൗണ്ടറിൽ കുറേ ആളുകൾ, കുറേ കുട്ടികൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹു ഈസ് ദ റിയൽ ഓണർ ഓഫ് ദ ഷോപ്പ്. ആരാ ശരിക്കും ആ ഷോപ്പിൻ്റെ ഓണർ? ഓൾ ദ ചിൽഡ്രൻ ഓഫ് ദ സ്കൂൾ ആർ ഇറ്റ്സ് ഓണർ. എല്ലാ കുട്ടികളും, ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ആ ഷോപ്പിൻ്റെ ഉടമകളാണ്. അതൊരു സ്കൂളിൻ്റെ ബേസ് ചെയ്തിട്ട് ഇറ്റ്സ് കണ്ട, ഇറ്റ്സ് ഓണർ അതിൻ്റെ. അപ്പം എന്തൊക്കെ പഠിച്ചു? മൈ എൻ്റെ, മൈ എൻ്റെ, ഹെർ അവളുടെ, ഹിസ് അവൻ്റെ, ദർ അവരുടെ, പിന്നെ അവർ ഞങ്ങളുടെ, ഇറ്റ്സ് അതിൻ്റെ. ദർ കോപ്പറേറ്റീവ് സ്റ്റോർ അവരുടെ കോപ്പറേറ്റീവ് സ്റ്റോറാണ് ഇത്. കണ്ടോ കേട്ടോ. ഓൾ ദി ചിൽഡ്രൻസ് ഓഫ് ദ സ്കൂൾ ആർ ഇറ്റ്സ് ഓണർ. അതിൻ്റെ ഓണറാണ് അതിൻ്റെ. ഇറ്റ് ഈസ് ദർ കോപ്പറേറ്റീവ് സ്റ്റോർ. അത് അവരുടെ കോപ്പറേറ്റീവ് സ്റ്റോറാണ്. യു ആൾസോ ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ഷോപ്പ് ഇൻ യുവർ സ്കൂൾ. യുവർ ഓൺ ഷോപ്പ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ. അപ്പോൾ യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഈ ബോണ്ട് ലെറ്റേഴ്സിൽ കുറച്ച് കട്ടി കൂടി എഴുതിയതില്ലേ, അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ മീനിങ്സ് നേരെ എഴുതിയെടുക്കണം. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും എക്സാമിന്. അപ്പോൾ അത് എഴുതിയെടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? മൈ എൻ്റെ, ഹെർ അവളുടെ, ഹിസ് അവൻ്റെ, ദർ അവരുടെ, അവർ ഞങ്ങളുടെ, ഇറ്റ്സ് അതിൻ്റെ, പിന്നെ യുവർ നിങ്ങളുടെ. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നൗ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ഇനി ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ സ്യൂട്ടബിൾ ആയിട്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വെക്കണം. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മനു സെഡ്, മനു പറഞ്ഞു, മനു സെഡ് മോം ഐ ആം ഗോയിങ് ടു വാഷ് ഡാഷ് ഹാൻഡ്. ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ കൈകൾ കഴുകാൻ പോവുകയാണ്. മനു സെഡ് മോം ഐ ആം ഗോയിങ് ടു വാഷ് ഡാഷ് ഹാൻഡ്.
എൻ്റെ കൈകൾ, എൻ്റെ എന്നുള്ളത് എന്താ പറയുക, മൈ ഹാൻഡ്സ്. യു ആർ എ ഗുഡ് ബോയ്. അപ്പോൾ അമ്മ പറഞ്ഞു യു ആർ എ ഗുഡ് ബോയ്. ഷീ കിസ്ഡ് മനു ഓൺ ഡാഷ് ചീക്ക്. അവൾ എന്ത് ചെയ്തു, മനുവിൻ്റെ എന്ത് ചെയ്തു, ഷീ കിസ്ഡ് മനു ഓൺ, അവൻ്റെ കവിളിൽ ചുംബിച്ചു, അല്ലേ? The mother said you are a good boy. She kissed Manu. She kissed, അവൾ ഉമ്മ കൊടുത്തു മനു ഓൺ ഹിസ് ഫേസ്, അവൻ്റെ ചീക്കിൽ, ഹിസ് ചീക്ക്, അവൻ്റെ ചീക്കിൽ, കവിളിൽ ഉമ്മ കൊടുത്തു. മനു ഡു യു തിങ്ക്, നിനക്കറിയോ, ഓൾ ഡാഷ് ഫ്രണ്ട്സ് വാഷ് ഡാഷ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. മനു ഡു യു തിങ്ക് ഓൾ, നിൻ്റെ ഫ്രണ്ട്സ്, യുവർ ഫ്രണ്ട്സ് വാഷ്, അവരുടെ കൈകൾ, ദർ ഹാൻഡ് ബിഫോർ ഈറ്റിംഗ്, അവരുടെ കൈകൾ. അപ്പം എന്താണ്, ഡു യു തിങ്ക് ഓൾ യുവർ ഫ്രണ്ട്സ് വാഷ് ദർ ഹാൻഡ് ബിഫോർ ഈറ്റിങ്ങിന് മുമ്പായിട്ട്, ഭക്ഷണത്തിന് മുമ്പായിട്ട് കൈ കഴുകാറുണ്ടോ? മദർ ആസ്ക്, അമ്മ ചോദിച്ചു. അപ്പം മനു എന്ത് പറഞ്ഞു, യെസ് ദേ ഓൾ വാഷ് ഡാഷ് ഹാൻഡ്, അവരുടെ കൈകൾ കഴുകാറുണ്ട്, ബിഫോർ ദേ ഈറ്റ്, ഭക്ഷണം കഴിക്കുന്ന മുമ്പ്. ഡു യുവർ ടീച്ചർ ആസ്ക് യു ടു ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ് ലൈക്ക് ദിസ്, നിങ്ങൾ ടീച്ചർ ഇങ്ങനത്തെ നല്ല ഹാബിറ്റുകൾ, നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ പറയാറുണ്ടോ? മദർ ആസ്ക്, അമ്മ ചോദിച്ചു. യെസ്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞേ, യെസ്. ആരാ പറയാറ്, ഞങ്ങളുടെ, അവർ സയൻസ് ടീച്ചർ ഓൾവേസ് ടെൽ us about the importance of developing good habit. ഞങ്ങളുടെ സയൻസ് ടീച്ചർ എപ്പോഴും ഇങ്ങനത്തെ നല്ല ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറയാറുണ്ട്. ഓൾവേസ് ടെൽ us. ഷീ ടെൽ us the story. അവൾ പറഞ്ഞു ഡാഷ് സൺ ആൻഡ് ഡോട്ടർ. അവൾ എന്ത് ചെയ്തു, ഷീ ടെൽ us, ഞങ്ങൾക്ക് പറഞ്ഞത് സ്റ്റോറി ഓഫ് ഡാഷ് സൺ ആൻഡ് ഡോട്ടർ, ഒരു മകൻ്റെയും, ഡാഷ് സൺ ഹർ, അവളുടെ മകൻ്റെയും മകളുടെയും കഥ പറഞ്ഞു. സെഡ് മനു പറഞ്ഞു, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള കഥയായിരുന്നു. ഐ മസ്റ്റ് കൺഗ്രാജുലേറ്റ്, ഞാൻ എന്ത് ചെയ്യാണ്, കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ്. ആരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്? അമ്മ പറയണ ആരെ? ഹർ, അവളെ. ആരെ? സയൻസ് ടീച്ചർ, ഹർ. എവരിബഡി ലൈക്ക് ഡാഷ് മനു സെഡ്. മനു പറയാണ് എവരിബഡി ലൈക്ക് ഹർ, അവളെ എല്ലാവർക്കും ഇഷ്ടം. മനു സെഡ്, ഈ സയൻസ് ടീച്ചറെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹർ, ഓക്കെ, എവരിബഡി ലൈക്ക് ഹർ, മനു സെഡ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മനു സെഡ്, മോം ഐ ആം ഗോയിങ് ടു വാഷ് മൈ ഹാൻഡ്. മദർ സെഡ് യു ആർ എ ഗുഡ് ബോയ്. ഷീ കിസ്ഡ് മനു ഓൺ ഹിസ് ചീക്ക്. Manu, do you think all your friends wash their hands before eating? Mother asked. Yes, they all wash their hand before they eat. Do your teacher ask you to develop good habit like this? Mother asked. Yes, our science teacher always tell us about the importance of developing good habit. She tell us the story. അവൾ പറഞ്ഞു, ഷീ ടെൽ us the story of her son and daughter. അവളുടെ സണ്ണിൻ്റെയും ഡോട്ടറിൻ്റെയും കഥ പറഞ്ഞു. സെഡ് മനു, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഐ മസ്റ്റ് കൺഗ്രാജുലേറ്റ് ഹെർ, മദർ സെഡ്. അമ്മ പറഞ്ഞു, ഞാൻ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഈ കഥയൊക്കെ പറഞ്ഞ കുട്ടികൾ നല്ല ഹാബിറ്റൊക്കെ കൊടുക്കില്ല അതിന്. എവരിബഡി ലൈക്സ് ഹെർ, എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. മനു പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ഹെർ ചേർത്തത്, എവിടെയാണ് ഹീ ചേർത്തത്, എവിടെയാണ് മൈ ചേർത്തെന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ആക്ടിവിറ്റി 6 നോക്കാം. 6 എവിടേക്കാണോ എ ഉപയോഗിക്കുക, എവിടേക്കാണോ ആൻ ഉപയോഗിക്കുക, എവിടേക്കാണോ ദ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ആക്ടിവിറ്റി 6 നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ആക്ടിവിറ്റി 6 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. റീഡ് ദ ഓപ്പണിംഗ് സെൻറ്റൻസസ് ഇൻ ദ സ്റ്റോറി ദ മിറർ. മിററിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ഉണ്ട്. ലോങ് എഗോ എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ആൻ ഐലൻഡ്. എ ഫിഷർമാൻ, ഒരു ഫിഷർമാൻ അവൻ്റെ വൈഫും ഒരു ഐലൻഡിൽ ജീവിച്ചിരുന്നു. അപ്പോൾ എ ഉപയോഗിക്കുന്ന എവിടെ, ആൻ ഉപയോഗിക്കുന്ന എവിടെ എന്ന് നമുക്ക് നോക്കാം. ആൻ ഉപയോഗിക്കേണ്ടത് ഒരു വേർഡിൻ്റെ ഫസ്റ്റത്തെ ലെറ്റർ. അപ്പോൾ ഐലൻഡ് ഏത് ലെറ്റർ?
ഇവിടെ തുടങ്ങുന്നത് ഐ കൊണ്ട്. ഐ കൊണ്ടാണ് ഐലൻഡ് തുടങ്ങുന്നത്. അപ്പോൾ വവ്വൽസില്ലേ എ ഇ ഐ ഒ യു, ഈ വവ്വൽസ് കൊണ്ട് തുടങ്ങുന്ന വാക്കിൻ്റെ മുന്നിലെല്ലാം നമ്മൾ ആൻ ചേർക്കണം. മനസ്സിലായോ? വവ്വൽസ് കൊണ്ട് തുടങ്ങുന്ന ഏതൊക്കെ വവൽസ് എ ഇ ഐ ഒ യു, വവൽസ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുന്നിലെല്ലാം നമ്മൾ ആൻ ചേർക്കണം. അല്ലാത്തതൊക്കെ എ, അല്ലാത്ത ഭാഗങ്ങളൊക്കെ എ. ഇത് ആദ്യം മനസ്സിലാക്കിയെടുക്കാം. വവൽസ് കൊണ്ട് തുടങ്ങുന്ന ഐലൻഡ്, ഔൾ, ഇങ്ക് പോട്ട്, ഈഗിൾ, എലഫൻറ്റ്, ഇന്ത്യ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻ ചേർക്കണം. ഓക്കെ. ഇനിയുള്ളത് എ, പിന്നെ ഫിഷർമാൻ എഫ് കൊണ്ടല്ല, അപ്പോൾ എ ആണ് ചേർക്കേണ്ടത്. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്, ഇതൊരു ഒറ്റപ്പെട്ട ഐലൻഡ് ആയിരുന്നു. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. എയും ആനും അല്ലാതെ ദാ വരുന്നുണ്ട് ഇവിടെ. ദാ എവിടെ ഇങ്ങനെ വന്നത്? ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ഇവിടെ എപ്പോഴാണ് ദാ വന്നത്? പീപ്പിൾ എന്നുള്ളത് പി അല്ലേ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എ അല്ലേ ചേർക്കേണ്ടത് നോർമലായിട്ട് വരുമ്പോൾ. എന്തുകൊണ്ട് ദാ ചേർത്തു? ഇവിടെ ഓൾറെഡി ആ പീപ്പിൾ ഐലൻഡിലുള്ള ആളുകളെ പറ്റി, അതായത് ഫിഷർമാനും വൈഫിനെയും പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ദാ എന്നാ ഉപയോഗിക്കുക. അപ്പോൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ദാ എന്നാ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എ. അല്ലെങ്കിൽ എ ഓർ ആൻ എവിടെ ഉപയോഗിക്കുക ആദ്യം പഠിക്കുക. ഇനി എയും ആനും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ ദ എന്നാണ് ഉപയോഗിക്കുക. ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ, ഈ ഐലൻഡിലത്തെ ആളുകളാണ് ഫിഷർമാനും വൈഫാണ് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. സിമ്പിളായിട്ടുള്ള ലൈഫായിരുന്നു അവർ കൊണ്ടുപോയിരുന്നത്. ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ക്വയറ്റ് എന്നുള്ള വാക്ക് മുന്നിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എ ഉപയോഗിക്കുന്നു. കണ്ടോ? ഇൻ ദ എബോ ലൈൻസ് എ യൂസ്ഡ് വിത്ത് certain words while and with another words. ദ is also used with the word. Where do you think a and the are used? ഇവിടെ ചില വാക്കുകൾക്ക് മുമ്പിൽ എ ഉപയോഗിക്കുന്നു, ചിലയിടത്ത് ആൻ ഉപയോഗിക്കുന്നു, ചിലയിടത്ത് ദ ഉപയോഗിക്കുന്നു. എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ടുഡേ വി ഫിനിഷ്ഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇൻ അവർ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ എവിടെയൊക്കെയാണ്? ലെറ്റ് us read a passage written by റോഹൻ, വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്. റോഹനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ്. റിട്ടൺ ബൈ എ റോഹൻ. റോഹൻ എഴുതിയൊരു കഥയാണ്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ടുഡേ വി ഫിനിഷ്ഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇൻ അവർ ഇംഗ്ലീഷ് ക്ലാസ്. എ ഉപയോഗിച്ച് കണ്ടില്ലേ? എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇൻ അവർ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് ഫിനിഷ് ചെയ്തു. ഇറ്റ് ഈസ് അബൌട്ട് എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ഹു ഗോട്ട് എ മിറർ. ഇപ്പോൾ എന്തിനെ പറ്റിയുള്ളതായിരുന്നു? ഫിഷർമാൻ്റെയും വൈഫിന് അവർക്കൊരു മിറർ കിട്ടിയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു നമ്മൾ കേട്ടത്. ദേ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് വാസ്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ദേ ഫോട്ട് ഓവർ ഇറ്റ് ആൻഡ് ഇറ്റ് ബ്രോക്ക് ഇൻ ടു പീസസ്. അവരെന്ത് ചെയ്തു? അതിനു വേണ്ടി അടി കൂടിയിട്ട് അത് പൊട്ടി ചെറിയ പീസുകളായി. അവർ ടീച്ചർ പറഞ്ഞു ടു പ്രസൻറ്റ് ദ സ്റ്റോറി ആസ് എ സ്കിറ്റായിട്ട് അത് അവതരിപ്പിക്കാൻ ടീച്ചർ പറഞ്ഞു. ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി വാസ് ആൻ ഐലൻഡ്. സ്റ്റോറി എവിടെ നടക്കുന്നത്? ഒരു ഐലൻഡിലാണ് നടക്കുന്നത്. ടു മേക്ക് ദ ഐലൻഡ് അവർ ഗ്രൂപ്പ് ബിൽഡ് അപ്പ് ബെഞ്ചസ് ആൻഡ് ഡെസ്ക്. ഐലൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ത് ചെയ്തു? ബെഞ്ചും ഡെസ്കോ പിടിച്ചിട്ടു. ബട്ട് അവർ ടീച്ചർ സെഡ് ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓവർ സൈസ് പ്ലാറ്റ്ഫോം. ഞങ്ങൾ ടീച്ചർ പറഞ്ഞു ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞു. ടു ഷോ ദാറ്റ് ദ ഈവൻറ്റ് ഹാപ്പൻ ഓൺ എ സീഷോർ. എന്ത് ചെയ്യണം? ഈ സംഭവം നടക്കുന്നത് സീഷോറിലാണ്. ഈ പ്ലേസ് ആൻ അംബ്രല്ല. നമ്മൾ എന്ത് ചെയ്തു? ഒരു അംബ്രല്ല വെച്ചു. അരുൺ സെഡ് ദാറ്റ് ഇറ്റ് വാസ് ആൻ ഈവൻറ്റ് ദാറ്റ് ഹാപ്പൻ ലോങ് എഗോ. ഇത് കുറേ മുമ്പ് നടക്കുന്ന കഥയാണ്. ആൻഡ് ദ ബിഗ് അംബ്രല്ല വാസ് യൂസ്ഡ് ഡിഡ് നോട്ട് മച്ച്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇത്രയും വലിയ അംബ്രല്ലയൊന്നും ഇല്ലാതെ വെക്കുന്നത് നല്ലതല്ല എന്നാരും പറഞ്ഞു. വി ആൾസോ നീഡഡ് 2 ആക്ടേഴ്സ്. ഞങ്ങൾക്ക് വീണ്ടും 2 ആക്ടേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. രാഹുൽ അഗ്രീഡ് ടു പ്ലേ ദ ഫിഷർമാൻ. രാഹുൽ എന്ത് ചെയ്തു? അവൻ ഫിഷർമാൻ ആയിക്കോളാന്ന് പറഞ്ഞു. ബട്ട് വി കുഡ് നോട്ട് ഫൈൻഡ് എ ഗേൾ ടു പ്ലേ ദ പാർട്ട് ഓഫ് ദ ഫിഷർമാൻസ് വൈഫ്. ഞങ്ങൾക്ക് ഫിഷർമാൻ്റെ വൈഫായിട്ട് അഭിനയിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല.
So finally I played the fisherman's wife. അവസാനം ഞാൻ തന്നെ ഫിഷർമാൻ്റെ വൈഫായി. വി നീഡഡ് എ മിറർ. ഞങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടായിരുന്നു? മിറർ ആവശ്യമുണ്ടായിരുന്നു. അവർ ടീച്ചർ ഗേവ് അസ് വൺ. ഞങ്ങൾ ടീച്ചർ ഒന്ന് തന്നു. എവ്രി വൺ സെഡ് ദാറ്റ് അവർ ഗ്രൂപ്പ്സ് പെർഫോമൻസ് വാസ് ഗുഡ്. എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ പെർഫോമൻസ് വളരെ ഉഷാറായിരുന്നു എന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ ദ മിറർ ഫെൽ ഫ്രം അവർ ഹാൻഡ്. ഞങ്ങൾ കയ്യിൽ നിന്ന് ആ മിറർ താഴേക്ക് വീണു. ആൻഡ് ബ്രോക്ക്, പൊട്ടി. പുവർ ടീച്ചർ, ഷീ ഹാസ് ടു ബൈ എ ന്യൂ വൺ നൗ. പാവം ടീച്ചർ എന്ത് ചെയ്തു? പുതിയതൊന്ന് വാങ്ങിച്ചു. പിക്ക് ഔട്ട് ഫ്രം ദ എബവ് പാസേജസ് വേർഡ്സ് ദാറ്റ് കം ഫ്രം എ ആൻഡ് ദ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മുകളിലുള്ള സ്റ്റോറി പാസേജ് വായിച്ചിട്ട് എവിടേക്കാണോ എ വരുന്നത്, എവിടേക്കാണോ ആൻ വരുന്നത്, എവിടേക്കാണോ ദ വരുന്നത്, അത് ഇവിടെ എഴുതി വെക്കണം. എ ഫിഷർമാൻ, കണ്ടില്ലേ? അതുപോലെ എ മിറർ, എ സീഷോർ, അങ്ങനെ താഴെ എഴുതി വെക്കണം. ആൻ കൊണ്ട് തുടങ്ങുന്നു. ആൻ ഐലൻഡ്, ആൻ ഓവർ സൈസ്ഡ് പ്ലാറ്റ്ഫോം, ആൻ അംബർല. അങ്ങനത്തെ കാര്യം ആൻ കൊണ്ട് തുടങ്ങുന്നത് ഇവിടെ എഴുതാം. ദ കൊണ്ട് തുടങ്ങുന്നത് അപ്പുറത്തും എഴുതാം. ദ സെറ്റിങ്സ്, ദ സ്റ്റോറി, ദ ഐലൻഡ്, അങ്ങനെ ദ കൊണ്ട് തുടങ്ങുന്നത് ഇപ്പുറത്തെ ടാബിലും എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ആൻ ഉപയോഗിച്ചത്, എവിടെയാണ് എ ഉപയോഗിച്ചത്. അതുപോലെ ദ ഉപയോഗിച്ചതോ ഇതിൻ്റെ എയിലോ ആനിലോ ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ദ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ അതുപോലെ നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റോറി വിത്ത് എ ആൻ ഓർ ദ. നിങ്ങൾ എയോ ആനോ ദായോ ഉപയോഗിച്ചിട്ട് ഈ സ്റ്റോറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ വർക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? എയും ആനും ദായും ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ആക്ടിവിറ്റി 7 ആണുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് ഞാൻ വായിച്ചു തരാം. വൺ ആഫ്റ്റർനൂൺ, ഒരു ഉച്ചയ്ക്ക് ശേഷം. ഓക്സ് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്സ് എന്ന് വന്നിട്ടുള്ളത് എന്തായിരിക്കും അവിടെ? ആൻ ഓക്സ് വാസ് ഗ്രേസിങ് ഇൻ ഡാഷ് ഫീൽഡ്. എ ഫീൽഡ്, എഫ് അല്ലേ ഫീൽഡിൻ്റെ മുമ്പിൽ. അപ്പോൾ എ ഫീൽഡ്. അപ്പോൾ ആൻ ഓക്സ് വാസ് ഗ്രേസിങ് ഇൻ എ ഫീൽഡ്. ഓക്കെ, എ ഫീൽഡ്. എ സ്മാൾ ഫ്രോഗ് ഇൻ എ ഫീൽഡ് എന്നുള്ള നമ്മൾ ഒരു പ്രാവശ്യം ഫീൽഡ് വന്നതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താൽ ദ ഫീൽഡ്. സോ ഓക്സ് വീണ്ടും വന്നുകൊണ്ട് ദ ഓക്സ്. ദ ഫ്രോഗ് തോട്ട് ഐ വാണ്ടഡ് ടു ബിക്കം ബിഗ് ലൈക്ക് ഡാഷ് ഓക്സ്. ഓക്സ് വീണ്ടും വന്നു. അപ്പോൾ ദ ഫ്രോഗ് സ്റ്റാർട്ടഡ് പഫിങ് ആൻഡ് സ്വെല്ലിങ്. ആം ഐ ആസ് ലാർജ് ആസ് ദ ഓക്സ്. വീണ്ടും ഓക്സ് വന്നു. അപ്പോൾ വീണ്ടും വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യാം? ദാ ചേർക്കുക. ഇത് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇതിലൊന്നുമില്ല, സിമ്പിളാണ്. ഇത് ഇവിടെ ഇതിൽ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഓക്സാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ദാ റിപ്പീറ്റ് ചെയ്ത് വരുന്നിടത്തൊക്കെ ദാ ചേർക്കുക. ഫസ്റ്റിൽ ആൻ ചേർക്കുക. പിന്നെ ഫ്രോഗ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എ ചേർക്കുക, ദാ ചേർക്കുക. അത്രയേ ഉള്ളൂ. ഈ സ്റ്റോറി ഞാൻ മീനിങ് പറഞ്ഞ സ്റ്റോറി എല്ലാം മെയിനായിട്ട് വേണ്ടത് എ എവിടെ, ആൻ എവിടെ, ദാ എവിടെ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ. അതുപോലെ തന്നെ അടുത്തത് കണ്ടോളൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഫോളോസ്. പിക്ചർ നോക്കിയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. എന്തായിരുന്നു? എ പ്രൊസഷൻ ഇൻ ആൻഡ് പ്രോഗ്രസ്. ഡാഷ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ ഡാഷ് എലഫൻറ്റ്. ഒരു പ്രോഗ്രാമിന് എ മാൻ അല്ലേ, എ അല്ലേ വരിക, എം അല്ലേ. എ മാൻ ഈസ് സിറ്റിംഗ് ഓൺ ഡാഷ് എലഫൻറ്റ്, ആൻ എലഫൻറ്റ് അല്ലേ. എലഫൻറ്റ് ഇ അല്ലേ ഫസ്റ്റ്. അപ്പോൾ ആൻ എലഫൻറ്റ്. മാൻ വീണ്ടും വന്ന് അവിടെ എന്തായിരിക്കും? ദ മാൻ ഈസ് ഹോൾഡിങ് ആൻ അംബർല ഇൻ ഹിസ് ഹാൻഡ്. ആൻ അംബർല യു കൊണ്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ ആൻ അംബർല ഇൻ ഹിസ് ഹാൻഡ്. ദെൻ വീണ്ടും അംബർല വന്നു. ദ ഈസ് വെൽ ഡെക്കറേറ്റഡ്. മെനി മെൻ ആൻഡ് ചിൽഡ്രൻ ആർ ഫോളോയിങ് ദ എലഫൻറ്റ്. പ്രാവശ്യം വന്നാണ് ദ എലഫൻറ്റ്.
ചൈൽഡ് പ്രാവശ്യം വന്നിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പോൾ എന്താണ്? എ ചൈൽഡ് ഈസ് ഹോൾഡിങ് ആൻ എയറോപ്ലെയിൻ ഷേപ്ഡ് ബലൂൺ ഇൻസ് ഹാൻഡ്. മനസ്സിലായോ? അപ്പോൾ എവിടെയാണ് എ, എവിടെ ആൻ, എവിടെ ദാ ചേർക്കാതെ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ എ ആൻഡ് ദാ ഉപയോഗിക്കുന്ന രീതികൾ കേട്ടോ.